ഒരാളെന്നെ വിളിച്ചിട്ട് പറയാണ് ഹസ്ബൻഡിനെ ഒന്ന് കൺസൾട്ട് ചെയ്യണം. ഉം. ശരി, ആളെ കൊണ്ടുവന്നു. തെറാപ്പി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ചെറുപ്പത്തിലേക്ക്, അതായത് ഇയാൾക്ക് ഒരു രീതിയിലുള്ള ഭാര്യയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്, ഉം. ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും. ഉം. രണ്ടുപേരും പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഫിസിക്കലി അപ്രോച്ച് ചെയ്യുന്നില്ല. ആ. അപ്പോൾ അത് എന്നൊരു കാരണമുണ്ടല്ലോ. അപ്പം പലയിടത്തും കൊണ്ട് ചെക്ക് ചെയ്ത് ഉം. കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. ഉം. പക്ഷേ പുള്ളിക്കൊരു ആഗ്രഹം പോലും അങ്ങനെ വരുന്നില്ല. തെറാപ്പി എടുത്ത സമയത്താണ് പിന്നെ പതുക്കെ ചെന്നത്. ഇയാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾക്ക് കൂടുതലും ഇയാളെക്കാളും പ്രായമുള്ള ആളുകളുമായിട്ട് സെക്സ്വൽ ഡിസയറാണ്. ഓ. അതായത് ഒരു 10-60 വയസ്സുള്ള ആളുകളുമായിട്ട്. ഉം. 19 വയസ്സുള്ള പയ്യനാ. ക്യാൻ ഇമാജിൻ ദിസ്. അതെന്തെങ്കിലും ട്രോമ കൊണ്ടുണ്ടായതാണോ? അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇയാൾ ചെറുപ്പത്തിൽ ഒരു 10-60 വയസ്സോളം ഇയാൾക്ക് ഒരു ഫാദർ ഫിഗർ എന്ന് ഇയാൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയുമായിട്ട് സെക്സ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായി. അദ്ദേഹം അബ്യൂസ് ചെയ്തു. അപ്പോഴത്തേക്ക് എന്തായി, ഓട്ടോമാറ്റിക്കലി ആ ഏജിലുള്ള ആളുകളുമായിട്ട് ഒരു നീഡ് ഫീൽ ചെയ്തു. കാരണം അവരുടെ ഒരു സാന്നിധ്യമായിരിക്കും, ഒരു അപ്രോച്ച് ആയിരിക്കും. അതാണ് തെറാപ്പിയിൽ അഡ്രസ്സ് ചെയ്ത് വിട്ടത്. അപ്പം അങ്ങനെ കേസുകൾ വരാറുണ്ട്. ഉണ്ടല്ലേ. അപ്പൊ അത് നമുക്ക് ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് എത്ര സെറ്റിങ്ങിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും? ആ ഒരു ട്രോമ റിലീസ് ചെയ്യാൻ പറ്റും? ചിലരെ സംബന്ധിച്ചിടത്തോളം സമയം എടുക്കും. ചില കേസുകളൊക്കെ 1-2 അല്ലെങ്കിൽ 3 സിറ്റിംഗ് മിനിമം എന്തായാലും വേണ്ടി വരും. ഒരു 4-5 സിറ്റിംഗ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരാം. 3 സിറ്റിംഗ് എന്ന് പറയാൻ കാരണം 3 സിറ്റിംഗ് കൊണ്ട് നമ്മൾ ശരിയാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ല ആ വ്യക്തിയും കൂടെ തന്നെ അതിനകത്ത് എഫോർട്ട് ഇടണം എന്നുള്ളതാണ്. അയാളുടെ മനസ്സുകൊണ്ട് തന്നെ അതിന് പ്ലാൻ ചെയ്യണം. കാരണം ഒരു വ്യക്തിയുടെ മനസ്സിൽ കയറിയിട്ട് നമ്മൾ നീ ഇത് ചെയ്യടാ എന്ന് പറയാൻ നമ്മൾ ഹിപ്നോസിസിൽ പറ്റത്തില്ലല്ലോ. ബട്ട് കറക്ഷൻസ് കൊടുത്ത് അതിനെ റീപ്ലേസ് ചെയ്യിക്കാൻ പറ്റും.